ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ദോഹ കോർണിഷിലോട്ട് പോവുകയാണ്. ആക്ച്വലി നമ്മൾ വേറെ എവിടേക്കോ പോയി ഫുഡൊക്കെ അടിച്ചിട്ട് വന്നതാണ്. ഇന്ന് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഫുഡ് അടിച്ചിട്ടെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചിട്ട്. അപ്പം ഉമ്മയും പാപ്പയും ആദ്യമായിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് കേട്ടോ. ഞാനും സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു തവണ മാത്രമേ ഈ ഭാഗത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ബോട്ടിങ്ങിനായിട്ട് പോകാമെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. അങ്ങനെ നമ്മൾ വന്നതാണ്. അപ്പോൾ എമ്മറും ആണെങ്കിൽ നല്ല ഉറക്കം. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവൻ ഉറങ്ങട്ടെ, ഉറങ്ങി എഴുന്നേറ്റിട്ട് പോകാം. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ ബോട്ടിങ് ഉണ്ടോ ഇല്ലയോ ഒന്നും, കാരണം ബോട്ടിങ് പോകുന്നതായിട്ടൊന്നും തോന്നിയില്ല, ആൾക്കാരും അധികം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ പോയി നോക്കാം, ഉച്ച സമയമല്ലേ, ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ നടന്നു പോകുന്നതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ വെള്ളം കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെ. കടലിലെ കളർ കണ്ടപ്പം, അതായത് പായൽ പിടിച്ച് കിടപ്പുണ്ട്. പായലിൻ്റെ ആ ഒരു പച്ചയും പിന്നെ ആ ബ്ലൂ, അവിടുത്തെ കടലൊക്കെ നല്ല പ്രത്യേക, നമ്മളെ നാട്ടിലെ കടലിൻ്റെ കളറൊന്നുമല്ല, നല്ല അടിപൊളി ഒരു പ്രത്യേകതരം ബ്ലൂ കളറാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കിടക്കുന്ന കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. അതാണ് ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ചത്. ഞാൻ പിന്നെ വാപ്പ വന്നപ്പോൾ വാപ്പയെ വിളിച്ച് കാണിച്ചൊക്കെ കൊടുത്തു. നമ്മൾ രണ്ടും കൂടെ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്കിങ്ങനെ വാക്കിങ്ങിനൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈവനിങ് വാക്കിനും അതുപോലെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ വെറുതെ വന്നിരിക്കാനും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു അടിപൊളി വ്യൂ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മളിവിടെ വന്ന് ആളുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു നമുക്ക് ആദ്യം പറഞ്ഞു 2 പേർക്കും കൂടെ 40 റിയാലോ അങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം നമ്മളാണെങ്കിൽ 40, നമ്മൾ 4 പേരുണ്ട്, കാരണം ഉമ്മയും പാപ്പയും കാറിൽ ഇരുത്തിയിട്ടാണ് വന്നത്. എമ്മറു ഉറങ്ങുന്നല്ലോ, അപ്പോൾ എമ്മറുവിനെ എഴുന്നേൽപ്പിക്കേണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ 4 പേരുണ്ട്. അപ്പോൾ 4 പേരും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ. അതായത് ഇവിടെ ഈ ഒരു ബോട്ടിങ്ങിന് ഓരോരുത്തരും ഓരോ റേറ്റാണ് പറയുന്നത്. അങ്ങനെ അയാൾ പറഞ്ഞു ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, അയാൾക്ക് വേറെ ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞു. വരുമല്ലോ ഷുവറല്ലേ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ പിന്നെ എമ്മറു എഴുന്നേറ്റപ്പോഴത്തേക്കും വാപ്പയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് കളറ് കടലിൻ്റെ. അപ്പോൾ വാപ്പ വന്ന് നോക്കിയതാണ്. അങ്ങനെ എമ്മറു എഴുന്നേറ്റപ്പോൾ പിന്നെ അവനെ എല്ലാവരെയും കൂടെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ വന്ന് നോക്കിയപ്പം നമ്മൾ ചോദിച്ച ആളിനെ കാണാനില്ല. അയാൾ വേറെ ആൾക്കാർ വന്ന് അയാൾ പോയേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കും വേറെ ഒരു ആളെ കിട്ടി. അപ്പോൾ അയാളാണെങ്കിൽ നമ്മളടുത്ത് 50 റിയാലാണ് പറഞ്ഞത്. അപ്പം 50 4 പേര് നമ്മൾ 40 വേറൊരാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നാൽ പിന്നെ വാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓരോരുത്തരും ഓരോ റേറ്റാണ് പറയുന്നതെന്ന്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ രാത്രി പിന്നെ നമ്മൾ സൂക്കിലൊക്കെ പോയിട്ടൊക്കെ തിരിച്ചു വന്ന സമയത്ത് ഇവിടെ രാത്രി ഭയങ്കര തിരക്കായിട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും ഈ ബോട്ടിങ് പോകുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ 50, 60 അങ്ങനെ റേറ്റൊക്കെ മാറി പറയുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഓരോരുത്തരും ഓരോ റേറ്റാണുള്ളത്. ഇപ്പം നിങ്ങളൊക്കെ വരുന്ന സമയത്ത് വേണമെങ്കിൽ 4-5 ബോട്ടിങ്ങിലൊക്കെ ഒന്ന് ചോദിച്ച് നോക്കുക. അപ്പോൾ ഓരോരുത്തർ ഓരോ റേറ്റാണ് പറയുന്നത്. അപ്പോൾ കുറവുള്ളത് നോക്കി കയറാമല്ലോ. അപ്പോൾ ഇവിടെ കയറിയതാണ് എനിക്ക് ഏറ്റവും രസം. നമ്മൾ ഇച്ചിരി വലിയ ബോട്ടിലാണ് കയറിയത്. കാരണം അവരിങ്ങനെ പാലം പോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരിങ്ങനെ കെട്ടി വെച്ചേക്കുന്നതാണ് കയറൊക്കെ വെച്ചിട്ട്. കുറച്ച് കെട്ടുന്നതും ഇറക്കുന്നതൊക്കെ കുറച്ച് പാടാണ്. പിന്നെ അപ്പുറത്തെ ബോട്ടിലുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ്, അല്ല ഒറ്റയ്ക്ക് ഇത് വലിച്ചു കെട്ടാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ പാലത്തിൽ കയറാൻ വേണ്ടി ഉമ്മാക്ക് നല്ല പേടിയായിരുന്നു. ഉമ്മ എങ്ങനെയൊക്കെയോ കയറ്റി. അങ്ങനെ കയറിയപ്പോഴത്തേക്കും ഇവിടെ ബോട്ടിൻ്റെ ഇവിടെ കണ്ടോ നടുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം എമ്മറു ആണെങ്കിൽ അവനിപ്പം നടന്നാൽ മതിയല്ലോ, അതുകൊണ്ട് താഴെ ഇറങ്ങാൻ വേണ്ടി ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ട് നമ്മളത് ക്ലോസ് ചെയ്തിടുന്നതാണ്. കാരണം ഇനി അതിൻ്റെ അകത്ത് വീഴണ്ടെന്നും പറഞ്ഞിട്ട്. അവന് ഇത് കണ്ടപ്പം സാധാ സ്ഥലം പോലെ, ആക്ച്വലി നമ്മൾ കടലിൽ ബോട്ടിങ്ങിനാണ് പോണത് എന്നൊന്നും അവൻ അറിഞ്ഞൂടല്ലോ. അവൻ സാധാ ഇങ്ങനെ ഫ്ലോറിൽ നടക്കുന്ന പോലെ ഇതിൻ്റെ അകത്ത് ഒരേ നടത്തുമായിരുന്നു. ഒരു സെക്കൻഡ് പോലും അവൻ ഇരുന്നിട്ടില്ല. കടലാണേ ചുറ്റും. ഓ അങ്ങനെയാ, ആൾക്കാർ വന്നാലേ പോവാളാ ബോട്ട്. കുറച്ചു നേരം ആരെങ്കിലൊക്കെ വരണമെന്ന് നോക്കും. ബൈ വീക്ക. ബോട്ടിലേറി നമ്മളെ എവിടെ പോകണം. നല്ല വെയിലുണ്ടായിരുന്നു. നട്ടുച്ചയ്ക്കാണ് പോയത്. ആദ്യമൊക്കെ ചൂടെടുത്തു. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലോട്ട് കടലോട്ട് പോയപ്പം കാറ്റുണ്ടായിരുന്നു. ചെറിയ തണുത്ത കാറ്റൊക്കെ അടിച്ചു. അപ്പോൾ നല്ല രസമുണ്ട്. വ്യൂ ഉണ്ട്, ഒരു രക്ഷയില്ലല്ലേ, അടിപൊളി വ്യൂ ആണ്. പിന്നെ ഒരുപാട്
ബോട്ടിങ് ഉണ്ട് കേട്ടോ. പക്ഷേ ആൾക്കാർ കുറവാണ്. നമ്മളിവിടെ ആദ്യം വെയിറ്റ് ചെയ്തിരുന്നു. നമ്മളാണ് ആദ്യം 4 പേര് കയറി. പിന്നെ അയാളൊരു 5 മിനിറ്റ് കൂടെ നോക്കി. അപ്പോൾ ഒരു 3 പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബോട്ട് എടുത്തേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രാത്രി നമ്മൾ വന്നപ്പോൾ 10 റിയാലിനും 15 റിയാലിനും ഒക്കെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. രാത്രി ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അവർക്ക് നഷ്ടമില്ലല്ലോ. മറ്റേത് ഈ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ആൾക്കാർ കുറവായത് കാരണം അവർക്കും തന്നെ ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കും റേറ്റ് കൂടുതൽ. ഇതാ ഒരുപാട് കണ്ട ബോട്ടിങ്ങൊക്കെ പോകുന്ന ഒരുപാട് ബോട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാണാൻ പറ്റിയൊരു കാഴ്ച എന്ന് പറയുന്നത് ഫ്ലൈറ്റ്. അതും ഖത്തർ എയർവേസ്. എത്ര ഫ്ലൈറ്റാണ് പോയത്. അതായത് ബോട്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോഴത്തേക്ക് എമ്പ്രു ഇപ്പോൾ അവൻ സ്റ്റാച്ചു ആയിട്ട് നിന്നതാണ്. അവിടെ വൈബ്രേഷൻ അടിക്കുന്നത്. അപ്പോൾ വൈബ്രേഷൻ അടിക്കുന്നിടത്ത് അവൻ പോയിട്ട് ഇങ്ങനെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുക, അനങ്ങാതെ നിൽക്കും കേട്ടോ. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു പാലത്തിൽ, അതായത് കണക്ട് ചെയ്ത ബ്രിഡ്ജാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ കയറുന്ന സമയത്ത് അവർ വെച്ചിരുന്നത്. അതിൽ കയറാൻ വേണ്ടി ഭയങ്കര ബഹളമായിരുന്നു. എങ്ങനെയൊക്കെയാണ്, കാരണം കയറി പോകാൻ പറ്റില്ല. പിന്നെ അങ്ങോട്ട് പോയാൽ കടലിൽ വീഴും. അതുകൊണ്ട് നമ്മൾ പേടിച്ച് ഒരാൾ അവനെ തന്നെ നോക്കാൻ വേണ്ടി വേണം. ഒരാളെന്നല്ല, സത്യം പറഞ്ഞാൽ 5-6 പേര് വേണം ഇവനെ നോക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, നമ്മൾ അടിപൊളി വ്യൂ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പോൾ 2 കപ്പലുണ്ട്. നമ്മൾ കഴിഞ്ഞ മാസം ഇവിടെ ദോഹ പോർട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഷിപ്പേ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 ഷിപ്പുണ്ട്. ഇത് ഗാർഡ്സിന് വേണ്ടിയിട്ടുള്ള ബോട്ടാണ് ഇവിടെ ഇട്ടേക്കുന്നത്. നമ്മളിതാ ഈ ബിൽഡിംഗ് കാണുന്നില്ല, അതിൻ്റെ അടുത്ത് വരെ പോയേട്ടോ. പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. പിന്നെ അങ്ങോട്ട് തിരിച്ചു വരും. ഇതൊരു അരമണിക്കൂർ റൈഡായിരുന്നു. പിന്നെ കാറ്റൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എമ്രു ആണെങ്കിൽ ഫുൾ നടത്തം തന്നെ ബോട്ടിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്താതെ ഒരു സെക്കൻഡ് പോലും ഇരിക്കാതെ നടത്തുമായിരുന്നു. അവൻ്റെ പുറകെ ഞാനും നടക്കും, എൻ്റെ ഹസ്ബൻഡും നടക്കും, വാപ്പായും നടക്കും. പിന്നെ ഉമ്മായി ഞാൻ അവിടെ ഇരുത്തിയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൂട്ടത്തിൽ വേറെ 3 പേരും കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് ഇതിൽ നിന്ന് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാം. ഇതാ കണ്ടെയ്നർ സ്റ്റേഡിയമാണേ കാണുന്നത്, കണ്ടില്ലേ. ഇത് ഞാൻ വേറെ ദോഹ കോർണിഷൻ്റെ ഒരു വീഡിയോ വ്ളോഗ് ഇട്ടപ്പോൾ ഞാൻ അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അതല്ലാണ്ട് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഇൻ്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവലിന് പോയതേ. ആ സമയവും ഞാൻ ഈ സ്റ്റേഡിയത്തിൽ അവിടെയാണ് പോയത്. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഫ്ലൈറ്റ് ഒരു രക്ഷയില്ല ഗൈസ്. എത്ര ഫ്ലൈറ്റാണെന്ന് അറിയാമോ? ഒന്ന് വരും, വീണ്ടും 2 മിനിറ്റ് കഴിയുമ്പോൾ അടുത്തത് വരും, പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകും. ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റും ഒക്കെ കാണാൻ പറ്റി. പിന്നെ എംബ്രൂനി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് പോകാനൊന്നും പറ്റില്ല, ആൾക്കാരൊന്നും ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. അവിടെ ചോദിച്ചു, അവിടെ അങ്ങനെ ആരും പോകാറില്ല, അവിടെ പോകാൻ പാടില്ല. ഇവിടെ ഒരു പറവ എന്തോ വന്നിരുന്നപ്പോൾ ബേർഡ് വന്നിരുന്നായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ എംബ്രൂനെ വിളിച്ച് കാണിച്ചു കൊടുത്തതാണ്. അവൻ ജസ്റ്റ് ഒന്നും നോക്കി, വലുതായിട്ട് നോക്കില്ല. കടലിൻ്റെ ഭംഗിയുണ്ടോ ഗൈസ്, കടലിൻ്റെ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇവിടുത്തെ ബിൽഡിങ്ങും കടലും ഒക്കെ ഒരേ കളറിലിരിക്കുന്നു. പിന്നെ ഇവിടെ ഇപ്പം നമ്മൾ വന്ന വഴി തൊട്ടടുത്ത് ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ ആഴം കുറവായിരുന്നു വെള്ളത്തിന്, നമുക്കറിയാൻ പറ്റും. അതായത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആഴമുള്ളിടത്ത് നല്ല നിറയെ വെള്ളമുണ്ട്, നല്ല കളറുണ്ട്. ആഴം ഇല്ലാത്തടത്താണെങ്കിൽ കുറച്ച് മണ്ണ് നമുക്ക് അടിയിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറും ലൈറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടെയായിരുന്നു, ഹസ്ബൻഡാണ് പറഞ്ഞു തന്നത്. ഇത്ര ബുദ്ധിയൊന്നുമില്ല. അപ്പോൾ അത് വേറൊരു കാര്യം. നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. തണുത്ത കാറ്റൊക്കെ. പിന്നെ എമ്രൂനെ ഇപ്പോൾ റീക്ക നോക്കുന്നത് കാരണം ഞാൻ ഈ റെസ്റ്റ് എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്, വിശ്രമിക്കുന്നതാണ്. കുറച്ച് നേരം അവനെ ഞാൻ റീക്ക ഏൽപ്പിച്ചു. ഇനി കുറച്ച് നേരം റീക്ക നോക്കട്ടെ എന്ന് പറഞ്ഞു. 2 പേരും മാറി നോക്കണം, എല്ലാം നടക്കില്ല, ഒരാളെ കൊണ്ട് മാത്രം പറ്റില്ല. അതാ കണ്ടില്ലേ, ഈ പാലത്തിൽ കയറാൻ വേണ്ടി ഫുൾ നിർബന്ധമായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെയാണ് പിടിച്ചു വെച്ചിരുന്നത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് ജസ്റ്റ് ഒന്ന് കയറും. ഇപ്പം മറ്റേ എസ്കലേറ്ററിൽ കൊണ്ടുപോയി അതൊരു ഹാബിറ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ എസ്കലേറ്റർ കാണുമ്പോൾ അതിൽ കയറണം, ഇറങ്ങണം. അതുപോലെ സ്റ്റെപ്പ് കാണുമ്പോൾ ഇറങ്ങണം, അങ്ങനെയല്ല. അതുപോലെയാണ് ഇത്. അവൻ്റെ വിചാരം ഇത് സ്റ്റെപ്പാണ് അല്ലെങ്കിൽ എസ്കലേറ്റർ ആണെന്നുള്ള രീതിയിലായിരിക്കണം കയറണമെന്നും പറഞ്ഞ് വാശി പിടിച്ചോണ്ട് നിന്നത്. ഇപ്പം എമ്മൂറിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ ഈ പാലം കെട്ടുന്നത് കാരണമേ എങ്കിലും നമുക്ക് പോകാൻ പറ്റുള്ളൂ. അവൻ അതിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവരുണ്ട കയറൊക്കെ വെച്ചാണ് കെട്ടുന്നത്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഹസ്ബൻഡ് തളർന്ന് നോക്കി, ഇനി കുറച്ച് നേരം ഉപ്പ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വാപ്പാടെ കയ്യിലായി. എമ്മറു ഇയാൾ ഇപ്പോൾ കെട്ടുന്നുണ്ടാണോ, ഇതാ പാലം കെട്ടിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചിറങ്ങി. ഇനി ഇവിടെ കുറച്ച് നേരം പാർക്കിലൊക്കെ നിൽക്കേ. ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി. പിന്നെ ഭയങ്കര ബഹളമായിരുന്നു, നടക്കണം എന്ന് പറഞ്ഞ് ഇവിടെ പിന്നെ നടന്ന് പിന്നെ എടുത്തിട്ട് വരണില്ല. കരഞ്ഞ് വിളിച്ച് കാറിൽ എങ്ങനെയൊക്കെയോ കൊണ്ടുപോകും. ഞാൻ വേറെ ഒന്നും എടുത്തില്ല, വെള്ളം മാത്രം മതിയല്ലോ എന്നും പറഞ്ഞു. ഇനി പുല്ലിൽ നടക്കണം. നേരത്തെ അവൻ അവിടെ നടക്കണമായിരുന്നു, അതുകൊണ്ടാണ് നടക്കാത്തത്. ഓ, അത് കുഞ്ഞിരിക്കണ നോക്ക്.
എങ്ങനെയൊക്കെയോ കരഞ്ഞതാ തളർന്നിരിക്കുകയാണ്, കണ്ടില്ലേ കണ്ണൊക്കെ. ഇനി ആഹാരം ഞാൻ സ്നാക്ക് കരഞ്ഞു വെച്ചു കുറേ നേരം കരഞ്ഞു കേട്ടോ, അവനെ എടുത്തിട്ട് വന്നു എന്നും പറഞ്ഞിട്ട്. പിന്നെ കരച്ചിൽ നിർത്താൻ വേണ്ടി ഞാൻ സ്നാക്ക് കൊടുക്കുന്ന സമയമാണ് ഇപ്പോഴും. പക്ഷേ ഇന്ന് സ്നാക്കൊന്നും ഇല്ലായിരുന്നു, കയ്യിൽ ഞാൻ ഒരു ഇടിയപ്പമാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് ഇടിയപ്പമാണ് പാല് മുക്കി കൊടുത്തത്. അതുകൊണ്ട് അങ്ങനെ ഇരുന്ന് മിണ്ടാതിരുന്ന് കഴിച്ചേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ അയാൾ വീണ്ടും വിളിച്ചു, ആരോ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ വന്നവരൊന്നും അല്ല, അപ്പോൾ ഞങ്ങളല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് തോന്നുന്നു നേരത്തെ വന്ന ആരോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇവന് ഫുഡൊക്കെ കഴിച്ചിട്ട് മറന്നു വെച്ചതാണേ ബാഗ്. കണ്ടിന്യൂഷൻ പറയാൻ വിട്ടു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് ദോഹ സൂക്കിൽ ദോഹ ദോഹയിലാണല്ലോ സൂക്ക് വാക്കിഫിൽ പോവുകയാണ്. അപ്പോൾ എമ്മറുണ്ടില്ലേ താഴെ ഇറങ്ങാൻ വേണ്ടിയാണ്. അങ്ങനെ പിടിച്ചുകൊണ്ട് വാപ്പ പോവുകയാണ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നതാണ് ഞാൻ വീഡിയോ എടുത്തത്. എനിക്ക് ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവിടെ കുറച്ച് നേരം നടത്തിച്ചേ അവന്. പൂച്ചയെ കണ്ടപ്പോൾ ഓടെയാണ് പൂച്ചയെ പിടിക്കാൻ വേണ്ടി. ഹായ് പറയണ പൂച്ച തൊടും അവൻ തൊടും. പാപ്പാക്ക് പേടി. വാ നമുക്ക് പോവാം. ഇവിടെ കയറി വന്നല്ലേ. ക്യാമൽസ് ഏരിയയിലാണ് സൂക്ക് വാക്കിഫ്, ഫാൽക്കൺ സൂക്ക്. ഇത് ഓട്ട പറ്റിയിട്ട്. അന്ന് നമ്മൾ ഇതുവഴിയല്ലേ വന്ന്, ഇതുപോലെ സ്റ്റെപ്പ് കയറി ലിഫ്റ്റിലല്ലേ നമ്മൾ വന്നത്. ഫയറുള്ള ടൈമിൽ കയറരുതെന്ന്. പാർക്കാ സൂക്ക് വാക്കിഫ് B2 ക്യാമൽസ് ഏരിയ. നമ്മൾ കാർ അവിടെ കോർണിഷിൻ്റെ അവിടെ ഇട്ടിട്ട് ഓപ്പോസിറ്റ് ഇങ്ങനെ ക്രോസ് ചെയ്താണ് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അണ്ടർഗ്രൗണ്ടാണുള്ളത്. ഈ അണ്ടർഗ്രൗണ്ട് വഴിയാണ് പോകേണ്ടത്. B2 ക്യാമൽസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെയാണ് സത്യം പറഞ്ഞാൽ പ്രസ് ചെയ്തത്. എന്നിട്ട് ലിഫ്റ്റ് വേറെ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഓപ്പൺ ആയപ്പോൾ അവിടെ കൂട്ടത്തിലങ്ങ് ഇറങ്ങിയതാണ്. അങ്ങനെ വഴി മാറിപ്പോയി. അപ്പം ഇത് അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് വരാൻ പറ്റില്ല, അല്ലാതെ നമുക്ക് വരാൻ പറ്റില്ല. നമുക്കിനി ഓപ്പോസിറ്റ് ക്യാമൽസ് ഏരിയയിൽ അങ്ങോട്ട് പോകണം. അവിടെ ഫുൾ ഇങ്ങനെ ഇവരിങ്ങനെ കെട്ടി ഇങ്ങനെ മറച്ചു വെച്ചേക്കണം. നമുക്ക് പോകാൻ പറ്റില്ല. ഈ ഒരു അണ്ടർഗ്രൗണ്ട് വഴിയേ പോകാൻ പറ്റുള്ളൂ, ലിഫ്റ്റ് വഴി. അങ്ങനെ ക്യാമൽസ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എൻ്റെ ഒരു ബ്ലോഗ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, പിന്നെ കോമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മളിനി സൂക്ക് വാക്കിഫിൽ പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് രാത്രി ആയിട്ടോ, തളർന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ തിരിച്ച് രാത്രി ആയപ്പോഴാണ് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഗൈസ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു ബ്ലോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.